കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി ശശി തരൂർ. കോൺഗ്രസിന് വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ട്. കേരളത്തിലെ പാർട്ടിക്ക് നേതൃപ്രതിസന്ധിയുണ്ടെന്നുമാണ് ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പരാമർശം നടത്തിയത്. അതേസമയം ശശി തരൂരിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്ന രീതിയിലുള്ള കഥകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതും അടിസ്ഥാനരഹിതവുമാണെന്ന് AICC വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നേരത്തെയും സമാനമായ വാർത്തകൾ ഉണ്ടായിരുന്നു. അതായത് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണ് തരൂർ എന്നുള്ളത്. പക്ഷേ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച അതും ഏറെ ചർച്ചയായിരുന്നു. എന്തായാലും നേതൃത്വവുമായി ചേർന്ന് പോകും എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു നേരത്തെ പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു പ്രതിസന്ധി ഉടലെടുക്കുകയാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ദേശീയ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ശശി തരൂരിന്റെ ഈ ഒരു പ്രസ്താവന. കോൺഗ്രസിന് വേണ്ട എങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. പലപ്പോഴും നേതൃത്വവുമായി ഇടയുമ്പോൾ സമവായത്തിൽ ഏർപ്പെടുന്നു, വീണ്ടും ചർച്ചകൾ ഉണ്ടാകുന്നു. ചർച്ചകൾക്ക് ശേഷം സമരസപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഇനി ഉണ്ടാക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. കേരളത്തിലെ പാർട്ടിക്ക് നേതൃപ്രതിസന്ധി ഉണ്ടെന്നുള്ളതാണ് ഇംഗ്ലീഷ് പത്രത്തിന് അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ നൽകിയ പരാമർശങ്ങൾ. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തരൂർ വീണ്ടും നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുകയാണോ? തരൂരിന്റെ ലക്ഷ്യം കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു അഭിമുഖമാണ് ഇപ്പോൾ ഇംഗ്ലീഷ് പത്രത്തിന് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, തിരുവനന്തപുരത്ത് എനിക്ക് കോൺഗ്രസിനെ എതിർക്കുന്ന ആളുകൾ പോലും വോട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ സംസാരവും എൻ്റെ പെരുമാറ്റവും എല്ലാം തിരുവനന്തപുരത്തുള്ള ആളുകൾക്ക് ഇഷ്ടമാണ്. അതാണ് അതേ നിലയിലുള്ള ഇടപെടലാണ് 2026 പാർട്ടിക്ക് ആവശ്യം. അതായത് 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ആവശ്യമെന്ന് തരൂർ പറയുന്നു. അത് ഉപയോഗപ്പെടുത്താൻ ചില സ്വതന്ത്ര ഏജൻസികൾ നടത്തിയ സർവേയിൽ മറ്റു നേതാക്കളെക്കാൾ പിന്തുണ തനിക്ക് കേരളത്തിൽ ലഭിച്ചിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ കേരളത്തിലെ പാർട്ടി തയ്യാറാവുകയാണ് എങ്കിൽ ഞാനുണ്ട്, അല്ല എങ്കിൽ എനിക്ക് മുന്നിൽ മറ്റു പല വഴികളുമുണ്ട് എന്ന് തരൂർ പറയുന്നു. എന്നാൽ അത് മറ്റു പാർട്ടിയിൽ പോവുകയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നില്ല. അദ്ദേഹം പറയുന്നു, എനിക്ക് പുസ്തകങ്ങൾ എഴുതാനുണ്ട്, എനിക്ക് പ്രസംഗങ്ങൾ നടത്താനുണ്ട്, ലോകത്താകമാനം ഒരുപാട് വേദികൾ എന്നെ കാത്തു നിൽക്കുന്നു എന്നെല്ലാം ശശി തരൂർ പറയുന്നുണ്ട്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസിന്റെ വോട്ട് ബേസ് പരിശോധിച്ചാൽ വെറും 19% മാത്രമാണ്. അതിന്റെ കൂടെ ഒരു 26-27% വോട്ടുകൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അധികാരത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതിന് കോൺഗ്രസിന്റെ അടിസ്ഥാന വോട്ടുകളെ ആകർഷിക്കാൻ കഴിയുന്നതിനപ്പുറം മറ്റ് ജനവിഭാഗങ്ങളെ കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന നേതാവ് വേണം. കേരളത്തിൽ നേതൃപ്രതിസന്ധി ഉണ്ട് എന്ന് പല പ്രവർത്തകർക്കും അഭിപ്രായമുണ്ട്, ചില ഘടകകക്ഷികൾക്ക് അഭിപ്രായമുണ്ട് എന്ന് ശശി തരൂർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും വികസനത്തെക്കുറിച്ച് പറയാൻ വേണ്ടി കൂടിയാണ് ജനങ്ങൾ തനിക്ക് വോട്ട് നൽകിയത്, തനിക്ക് പിന്തുണ നൽകിയത് എന്ന് ശശി തരൂർ പറയുന്നു. എന്തായാലും വളരെ വ്യക്തമായി തരൂർ ഈ അഭിമുഖത്തിൽ സൂചനകളിലൂടെ പറയുന്നുണ്ട്, ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തിനാണ് ആഗ്രഹിക്കുന്നത് എന്ന്. അതേസമയം തന്നെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മറുപടി, അതായത് ഔദ്യോഗികമായി പറഞ്ഞ മറുപടിയല്ല, ചില നേതാക്കളിൽ നിന്ന് ലഭിച്ച വിവരമാണ്. ശശി തരൂരിന്റെ നീക്കങ്ങൾ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന വിവരമാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ് ദേശീയ നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട ചില നേതാക്കൾക്ക് പങ്കുവെക്കാനുള്ളത്. ശശി തരൂരിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്ന നിലയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് തെറ്റായ ചില സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ്. കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് ശശി തരൂർ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തിൽ നിന്ന് രാജിവെച്ചത് എന്ന് വ്യക്തമാക്കുകയാണ്. ഒപ്പം തന്നെ പരാജയപ്പെട്ടതിന് ശേഷം, കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടതിന് ശേഷമാണ് തരൂരിനെ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയത്. നേരത്തെ 2019-2024 കാലയളവിൽ പാർലമെന്റിലെ ലോക്സഭയിലെ ഒരേ ഒരു പാർലമെന്ററി സമിതിയിൽ മാത്രമേ അധ്യക്ഷ സ്ഥാനം കോൺഗ്രസിന് ലഭിച്ചിരുന്നു. അത് നൽകിയത് ശശി തരൂരിനാണ്. അതിനുശേഷം 2019-24 കാലയളവിൽ IT സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു തരൂർ. അത് കോൺഗ്രസിന് ലഭിച്ച ഏക അധ്യക്ഷ സ്ഥാനം തരൂരിന് നൽകുകയായിരുന്നു. ഇങ്ങനെയൊക്കെ നൽകിയിട്ടും പാർലമെന്റിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് AICCയിലെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ദുർബലപ്പെടുത്തുകയാണ് തരൂരിന്റെ ലക്ഷ്യമെന്ന വലിയ ഒരു കടുത്ത പരാമർശം തന്നെ, അല്ലെങ്കിൽ കടുത്ത വികാരം തന്നെ ദേശീയ തലത്തിലുള്ള നേതാക്കൾക്കുണ്ട്. എന്തായാലും ഇന്നത്തോടുകൂടി വ്യക്തമായിരിക്കുകയാണ് തരൂരിന് മുഖ്യമന്ത്രിയാവാൻ താല്പര്യമുണ്ട് കേരളത്തിൽ. എന്നാൽ അതിന് ഒരു